വടകരയുടെ നാടകപ്രതിഭ പൗർണമി ശങ്കറിനെ ഫസ്റ്റ് ബെൽ നാടക കൂട്ടായ്മയും അടുത്ത ബെല്ലോടുകൂടി എന്ന നാടക പുസ്തകത്തിന്റെ അണിയറ പ്രവർത്തകരും ചേർന്ന് ആദരിച്ചു. ശ്രീനാരായണ സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം കലാരൂപങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്തിലോ രാജ്യത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ വളർന്നു വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും സ്ഥിതിവിശേഷം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നാടകമൊക്കെ ഇപ്പം നേരത്തെ ഉള്ളതുപോലെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ നാടകം അഭിനയിക്കുക അല്ലെങ്കിൽ നാടകം നടത്തുക എന്നുള്ള രീതിയൊക്കെ ഇപ്പോൾ മാറി. അതിനൊന്നും പണ്ടത്തെ ആളുകൾ മെനക്കെടുന്നത് പോലെ ഇപ്പം ആർക്കും നേരമില്ല. വാട്സപ്പിൽ ആ സമയത്തും തോണ്ടിക്കളിക്കുകയാണ്. അച്ഛനും അമ്മയും ഒഴികെ ബാക്കി എന്തും കിട്ടാവുന്ന രീതിയിലേക്ക് ഈ സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുമ്പം ഒന്നിനും നേരമില്ലാത്ത ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് അതീവ ഗൗരവമാണ് എന്നുള്ളതും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ജീർണതകളാണ് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിന് ഇവിടെ വിറ്റഴിക്കപ്പെട്ട മദ്യത്തിൻ്റെ കണക്ക് ഇപ്പം വന്നിട്ടുണ്ട്. 332 കോടിയുടെ വിറ്റുവരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റിൽ കൂടി മാത്രം ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്താണ് വിവിധ മേഖലകളിൽ കൂടി വിറ്റഴിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. മദ്യത്തിൻ്റെ ഉപഭോഗം നമ്മുടെ സംസ്ഥാനത്തിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോഗം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ മയക്കുമരുന്ന് എന്ന് പറയുന്ന അതിമാരകമായിട്ടുള്ള മയക്കുമരുന്ന് യുവതലമുറ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ്. MDMA പോലെയുള്ള മയക്കുമരുന്നുകൾ സുലഭമായി ചെറിയ പ്രായത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്നു. ഒരു 12 വയസ്സ് 13 വയസ്സ് തുടങ്ങി അങ്ങോട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സർവേ പ്രകാരം വന്നിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ആൺകുട്ടികൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പക്ഷേ പെൺകുട്ടികളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഒരു ഏജൻസി ഇതിനിടെ കുറച്ചു മുമ്പ് നേരത്തെ ഈ വനിതകളും യുവജന സംഘടനകളും ഒക്കെ കൂടി വലിയൊരു പ്രക്ഷോഭം മയക്കുമരുന്നിനെതിരായിട്ട് നടത്തി. മയക്കുമരുന്ന് വലിയ രീതിയിൽ വർദ്ധിച്ചു വന്ന സമയത്താണ് സാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് ഇതിനെതിരായിട്ട് വലിയ പ്രക്ഷോഭം നടത്തണം എന്നുള്ളത് തീരുമാനിച്ചത്. പപ്പൻ നരിപ്പറ്റ അധ്യക്ഷനായി. പ്രേംകുമാർ വടകര സ്വാഗതഗാനം ആലപിച്ചു. സുഗുണേഷ് കുറ്റിയിൽ പരിചയപ്പെടുത്തി. മണലിൽ മോഹനൻ, പ്രേമൻ മേലടി, PM മണിബാബു, അടിയേരി രവീന്ദ്രൻ, കുളങ്ങര ഗോപാലൻ, പൂഴിയിൽ പത്മനാഭൻ, രാജഗോപാലൻ കാരപ്പറ്റ, റസാഖ് കല്ലേരി, പവിത്രൻ ഒതിയോത്ത്, ആവണി രാജേഷ്, K ജ്യോതികുമാർ, പൗർണമി ശങ്കർ എന്നിവർ സംസാരിച്ചു.